ദൈവനാമം മാറ്റപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അത്യധികം ദുഃഖത്തോടും അതേസമയം ദൈവത്തിലുള്ള പ്രത്യാശയിൽ കൂടി ഒരു വാക്ക് നിങ്ങളെ അറിയിക്കുകയാണ്. ഏറ്റവും വന്യനും ആരാധനുമായ നമ്മുടെ ബഹുമാനപ്പെട്ട KV ജോസഫ് റമ്പാച്ചൻ ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ വാർത്ത നിങ്ങളേവരും ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ. മലങ്കർ സഭയുടെ വിവിധ കാര്യങ്ങളിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിമാരോടും അഭിനന്ദ പിതാക്കന്മാരോടും ചേർന്ന് വളരെ ശക്തമായും സഭയോടും പിതാക്കന്മാരോടുള്ള വിധേയത്വത്തിലും ദൈവഭക്തിയിലും ഇടപെട്ട് ശുശ്രൂഷ നടത്തിയ ഒരു വന്യ സന്യാസ പുരോഹിതനാണ് KV ജോസഫ് റമ്പാച്ചൻ എന്നത് നമുക്ക് നല്ലതുപോലെ അറിയാം. കോട്ടയം പഴയ സെമിനാരിയിലും പരിമല സെമിനാരിയിലും ദേവലോകം അരമനയിലും ഏലിയ കത്തീഡ്രൽ പോലെയുള്ളതായ വിവിധ ദേവാലയങ്ങളിലും തൻ്റെ ശുശ്രൂഷകൾ വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. തൻ്റെ ജീവിതാവസാനം പരിശുദ്ധ പാമ്പാടി തിരുമേനി, പാറാട്ടുമാർ ഇവാനുസ് തിരുമേനി അന്ത്യവിശ്രമം കൊള്ളുന്ന പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ വന്ന് ചെലവഴിച്ചു. മനോഹരമായി സഭയെ ശുശ്രൂഷിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ അദ്ദേഹത്തിന് സാധ്യമായി. ജീവിതത്തിൻ്റെ അവസാനം വരെ സഭയുടെ ആരാധനയിലുള്ളതായ അദ്ദേഹത്തിൻ്റെ നിഷ്ഠയും ഭക്തിയും അത് അതുല്യമാണ്. സഭാപിതാക്കന്മാരോടുള്ള അദ്ദേഹത്തിൻ്റെ വിധേയത്വം അതും അതുല്യമാണ്. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഭംഗിയായി നിർവഹിക്കുന്നതിൽ കാട്ടിയതായ നിറവ് അതും അതുല്യമാണ്. എല്ലാവരെയും അടുത്തറിയുന്നതിലും എല്ലാവരെയും സ്നേഹിക്കുന്നതിലും അദ്ദേഹം കാണിച്ചിട്ടുള്ളതായ താല്പര്യങ്ങൾ അതും അതുല്യമാണ്. എല്ലാ കാര്യത്തിലും നിസ്തുലത പാലിക്കുവാനും അതുല്യത കാത്തു സൂക്ഷിക്കുവാനും സാധ്യമായ ഒരു പിതാവിനെയാണ് മലങ്കർ സഭയ്ക്ക് നഷ്ടമാകുന്നത്. അതിൽ തീർച്ചയായും നമുക്കേവർക്കും ദുഃഖവും വേദനയും ഉണ്ട്. എങ്കിലും നമ്മുടെ ഉറച്ച വിശ്വാസപ്രകാരം വന്ദനായ റമ്പാച്ചൻ ഭൂമിയിൽ നടത്തിയ ശുശ്രൂഷകൾക്ക് അതീതമായി സ്വർഗത്തിൽ വിശുദ്ധരോട് ചേർന്ന്, പൂർവികരോട് ചേർന്ന് മധ്യസ്ഥ അണച്ചുകൊണ്ട് ഭൂമിയിൽ ജീവനോടിരിക്കുന്ന നമുക്ക് ഏവർക്കും ശക്തി പകരും എന്ന് നമുക്ക് വിശ്വസിച്ച് പ്രത്യാശയോടെ അദ്ദേഹത്തെ യാത്ര അയക്കാം. കോട്ടയം മിത്രാസനത്തിന് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ നഷ്ടം കൂടിയാണ് ഇത്. കോട്ടയം മിത്രാസന കേന്ദ്രമായ പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ അതിന് ചാപ്പലിൽ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന നാളുകളിൽ ആരാധനയിൽ സജീവമായി നിന്ന ഒരു പുരുഷനാണ് വന്യനായ KV ജോസഫ് റമ്പാച്ചൻ. റമ്പാച്ചൻ്റെ ആരാധനാ നിഷ്ഠ അത് നിർവചിക്കേണ്ട കാര്യമില്ല എന്നാണ് ബലഹീനായി ഞാൻ ചിന്തിക്കുന്നത്. ദേറായി പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിക്കും സംഭവിച്ചിരിക്കുന്ന നഷ്ടമായി കാണുന്നു. എങ്കിലും ആ നഷ്ടം ദൈവികമായ ലാഭത്തിലേക്ക് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വന്ദനായ ജോസഫ് റമ്പാച്ചൻ്റെ ഭൗതിക ശരീരം 13-ാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മന്ദിരം ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് വിലാപ യാത്രയായി അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നത്, അവിടെ ഒരു ശുശ്രൂഷ നടത്തിയതിന് ശേഷം ശനിയാഴ്ച വൈകിട്ട് തന്നെ പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ എത്തിക്കുന്നതും കുര്യാക്കോസ് ദേറായിലെ സന്ധ്യാനമസ്കാരവും ശുശ്രൂഷകളൊക്കെ പൂർത്തീകരിച്ച് അടുത്ത ദിവസത്തെ വിശുദ്ധ കുർബാനയും പൂർത്തീകരിച്ച് ചില ശുശ്രൂഷകൾ നടത്തി അദ്ദേഹത്തിൻ്റെ മാതൃ ദേവാലയമായ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് തീർത്ഥാടന വലിയ പള്ളിയിലേക്ക് ഭൗതിക ശരീരമെത്തി
അവിടെ ഏകദേശം ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും അഭിമന്യ പിതാക്കന്മാരുടെ സഹകാർമ്മികത്വത്തിലും സമാപന ശുശ്രൂഷ നടത്തി സംസ്കരിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതും ദൈവത്തിൽ ശരണപ്പെടുന്നതും. സഭയുടെ മക്കൾ അദ്ദേഹത്തിൻ്റെ ഈ സായാഹ്ന മനോഹരമായ യാത്രയിൽ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ. കോട്ടയം മെത്രാസനത്തിൻ്റെയും അതുപോലെ തന്നെ കോട്ടയം സെൻട്രൽ മെത്രാസനത്തിൻ്റെയും പ്രാർത്ഥനകൾ പ്രത്യേകമായി ബലഹീനായ ഞാൻ ഈ സമയത്ത് ഒന്നിനായ റംബാച്ചൻ്റെ യാത്രയ്ക്ക് വേണ്ടി നേരുകയാണ്. കൂടുതൽ നിറവോടെ ദൈവസന്നിധിയിൽ ശോഭിക്കുവാൻ അദ്ദേഹത്തിന് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.